ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തംബ്നെയിലിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആഴമേറിയ ചിന്തകൾ എന്തൊക്കെയാണ്, ദർ ഡീപ്പ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഫോർ യു, അതാണ് നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസ് ആണ് വെച്ചിട്ടുള്ളത്. ഞാനപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് പൈല് ട്രസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ടാണ് ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വസിക്കുക, വിശ്വാസത്തോടെ ഇരിക്കുക. ഓക്കെ, അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വിശ്വസിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുന്ന പ്രണയത്തിൽ വിശ്വസിക്കാം, അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ വിശ്വസിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ അത് വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഒരു അൺലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ പറയുന്ന ഒരു കാർഡാണ് ഫസ്റ്റ് പയൽ. സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പല രീതിയിലുള്ള പ്രാർത്ഥനകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്, നിർത്തരുത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് സെക്കൻഡ്. അപ്പോൾ രണ്ടും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈൽസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പൈൽ കാണാം, 2 പൈലും വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള പൈൽ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് പയൽ ഇസ് ദ ട്രസ്റ്റ് ആൻഡ് ഓൾസോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് വീഡിയോ ആണ്. പിന്നെ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഇപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആവും, ടൈംലെസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഇമോഷൻസ് ആൻഡ് കറണ്ട് ഫീലിങ്സ് നോക്കാം. ഫസ്റ്റ് പയൽ ഇസ് ദ ട്രസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ഡിസ്ട്രസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് വി ക്യാൻ ലെറ്റ് സീ ദ സ്പ്രെഡ്. ഓക്കെ, വാട്ട് ഓൾ ആർ കമ്മിങ്? യെസ്, ഡീപ്പ് ഇമോഷൻസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് ഓൾസോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഫീലിങ്സ്. ഓക്കെ, ഡീപ്പ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡീപ്പ് ഇമോഷൻസ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നൈസ്, സച്ച് എ നൈസ് സ്പ്രെഡ്. അപ്പോൾ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. ഈ ഒരു മാസത്തെ ഡിസ്കൗണ്ട് ആണ്, ഫെബ്രുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അതിങ്ങനെ നാളെ വെക്കാം, മറ്റന്നാൾ വെക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയി. സോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 5 ദിവസം കഴിഞ്ഞു എന്ന് തോന്നുന്നു. സോ 10 ദിവസത്തെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ്, കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓൾറെഡി അറിയാവുന്നവരാണെങ്കിലും ജസ്റ്റ് അറിഞ്ഞു വെച്ചോളൂ. ഈ ഒരു 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ ആ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്, അതുപോലെ തന്നെ ഇത് ഈ പേഴ്സൻ്റെ ഡീപ്പ് ഇമോഷൻസ്, അതായത് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആഴമേറിയ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്കൊരു പാസ്റ്റ് എനർജീസ് പറയുകയാണെങ്കിൽ കൂടി നിങ്ങൾ 2 പേരും വളരെ ഡീപ്പ് ഇമോഷൻസ് പരമായിട്ട് വളരെ കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, വളരെ കണക്റ്റഡ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ബിക്കോസ് പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ നിങ്ങൾ 2 പേരും കടന്നു വന്ന ജീവിത രീതികൾ ഏകദേശം സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത് പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സ്ഥിതിക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങൾ, അതുപോലെ നിങ്ങളാണെങ്കിലും, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ 2 പേരും ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. അതായത് വലിയൊരു യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് പേരായിട്ട് ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള മോശക്കേടുകൾ നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിട്ടുണ്ട്. മോശക്കേടുകളില്ലാത്ത മനുഷ്യരാരാണല്ലേ. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ 2 പേരും വളരെയധികം
വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് കൂടി ആയിക്കോട്ടെ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂടോത്രം സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ശത്രു ആയിട്ടുള്ള ശത്രു ദുരിതമായിട്ടുള്ള കാര്യങ്ങൾ, ശത്രുക്കൾ, നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറിയാൽ പോലും നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് എന്താ പറയാ, അത്രത്തോളം നല്ല ഒരു റെസ്പോൺസ് ആയിരിക്കില്ല. നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ പോലും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് അവഗണനയും നിന്ദയും, അല്ലെങ്കിൽ ഒരു ലജ്ജിക്കപ്പെടുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് കാണുക, ആ ഒരു ലെവലിലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരുന്ന കൂലി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു ശക്തി കുറഞ്ഞതായിട്ടാണ്. ഞാനിത് പാസ്റ്റിലത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ എനർജി അല്ല. പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, ചിലപ്പോൾ ഒരു 3 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ കർമ്മസംബന്ധമായിട്ടുള്ള ലെവലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യം മാത്രമല്ല, നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയായാലും ഒരു പരിധിവരെ നിങ്ങൾ തമ്മിൽ മിററിംഗ് ആണ്. അതായത് നിങ്ങളുടെ അതേ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങൾ ലൈഫിൽ എന്തൊക്കെയാണോ അനുഭവിച്ചിട്ടുള്ളത് അത് അപ്പാടെ തന്നെ പകർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും, അത് തന്നെയാണ് ഈ പേഴ്സന്റെയും ലൈഫായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫീലിങ്സിലൂടെ നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവസാനം നിങ്ങളുടെ ആ ഒരു കർമ്മം തീരുന്ന ഒരു സമയം, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കഷ്ടകാലം തീരാറായേണ്ട ഒരു ലാസ്റ്റ് സ്റ്റേജിൽ, അല്ലെങ്കിൽ അത് തീർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ പേഴ്സന്റെ വരവ് എന്ന് പറയുന്നത്. അതായത് ഈ പേഴ്സന്റെ എൻട്രി, നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വരവ്, എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളാണെങ്കിലും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നതും ഈ ഒരു കാർമിക് സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. ബിക്കോസ് ഭൂരിഭാഗവും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതമേ വേണ്ട എന്നുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്, ചിന്താഗതികളിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഈ പേഴ്സണും വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട്, അല്ലെങ്കിൽ ആ ഒരു കണ്ടുമുട്ടൽ, ഓക്കെ, അത് തികച്ചും അത് യാദർശികമായിരുന്നു. ബിക്കോസ് കോയിൻസിഡന്റ് ആയിരുന്നു, യാദർശികമായിരുന്നു, നോട്ട് ഈവൻ പ്ലാൻഡ്. ഓക്കെ, പക്ഷെ അത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നു, ഈ പേഴ്സന്റെ ലൈഫിൽ നിങ്ങളും വന്നു. ആ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഒരുപാട് പ്രണയം നിങ്ങൾ തമ്മിൽ ഉണ്ടായി, നല്ല രീതിയിലുള്ള ഡീപ്പ് ഇമോഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. Okay, and also this lady, we can see this lady is very powerful and also sparkling eyes. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, 3 എണ്ണവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലേഡി ഇവിടെ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേജിലോട്ടായി മാറി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അത് ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണുമാണ്, നിങ്ങളുമാണ്. കുറച്ചധികം ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് പലവർക്കും മേ ബി അത് മനസ്സിലായിട്ടുണ്ടാകണം ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളത്. പക്ഷെ പലവർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടാകണം. നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിലാകാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇതിങ്ങനെ സെപ്പറേഷൻ പീരീഡ് ആണ്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആൻഡ് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ വളരെ കത്തിജ്വലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ബിക്കോസ് വി ക്യാൻ സീ ദിസ് ലേഡി ആൻഡ് ഇറ്റ്സ് ഓൺ, ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഫ്രണ്ട് ഓഫ് എ ഫുൾ മൂൺ. ഓക്കെ, ആ ഒരു ഫുൾ മൂണിന്റെ മുന്നിലാണ് ആ നിൽക്കുന്നത്. അതായത് പൂർണ്ണചന്ദ്രന്റെ ആ ഒരു എനർജി തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. മേ ബി നിങ്ങൾ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് ചെയ്യുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. വളരെയധികം എനർജി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ എല്ലാ എനർജീസും, അതിപ്പോൾ ഈ വ്യക്തി, ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഈ പേഴ്സൺ ആയിട്ട് ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, സെപ്പറേഷൻ പീരീഡിലൊക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഇമോഷൻസിനെയും ഈ വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. അതല്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അഫർമേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനാ രീതികൾ, ടെക്നിക്സ്, ഫുൾ മൂൺ പ്രയേഴ്സ്, ഇതൊക്കെ ഈ പേഴ്സനെ ഒരു പരിധിവരെ
കൺട്രോൾഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ രണ്ട് ആനിമൽസിനെ വളരെയധികം കൺട്രോളിൽ നിർത്തിയിരിക്കുന്ന ഒരു ലേഡീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി കൺട്രോളബിൾ എനർജിയാണ്. ഇന്റലക്ച്വൽ ആയിട്ട് വളരെ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങളുടെ എനർജി ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യെസ് നിങ്ങളത് നേടിയിരിക്കും. ആ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദെൻ അത് എവിടേക്കോ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകരുത്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൺട്രോളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രസന്റ് എനർജി പ്രകാരം നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും പൗർണമി ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എനർജി ചാർജിങ് ലെവലിലേക്ക് നിങ്ങൾ എത്തിയേക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എനർജി വൈബ്രേഷൻസിലേക്ക് നിങ്ങൾ എത്തിയേക്കാം. അത് വളരെ നല്ല കാര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു റിസൾട്ട് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പതുക്കെ പതുക്കെ എഫക്റ്റീവിലേക്ക് ആകുന്നുണ്ട്, എഫക്റ്റായി വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കോൾ ഓർ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് ഈ പേഴ്സൺ വരാനോ, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഈ പേഴ്സൺ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗണിൽ നിൽക്കുകയാണ്. അതായത് ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ്. ബിക്കോസ് നിങ്ങളൊരു ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നു വളരെ പവർഫുൾ ആയിട്ട്. പക്ഷെ ഈ പേഴ്സണ് പലപ്പോഴും അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി വിശ്വസിക്കുന്നില്ല. ഓക്കെ, ബട്ട് ഈ പേഴ്സണെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, യാ യെസ്, ഇവിടെ കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേർണി തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് ദ സോൾ പവർ, ആ ഒരു സോൾ പവർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് പാഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് അത് മേ ബി നിങ്ങൾ രണ്ടുപേരും ആദ്യ നോട്ടത്തിൽ തന്നെ, ആദ്യ മീറ്റിങ്ങിന് തന്നെ, ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾ അട്രാക്റ്റഡ് ആയവരായിട്ട് കാണിക്കുന്നു. ആ പേഴ്സന്റെ കണ്ണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, കണ്ണ്, മൂക്ക്, ചുണ്ട് എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് കാണിക്കുന്നുണ്ട്. ആ പേഴ്സണ് തിരിച്ചിങ്ങോട്ടും നിങ്ങളെയും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവാണ്, നിങ്ങൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുക. അതായത് ആ പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്. സോ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഗെറ്റപ്പോട് കൂടി, അല്ലെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിട്ട് ഒരു ഹൈ ലെവലിൽ നടക്കുക എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. റണ്ണർ ആൻഡ് ചേസർ എനർജി ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അഡിക്റ്റഡ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനകളാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുക. അതായത് സ്മാർട്ടായിട്ട് അങ്ങനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകുമ്പം സ്വാഭാവികമായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, യാ സച്ച് എ, ബിക്കോസ് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ സ്കിപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്തു പോകാൻ സാധിക്കില്ല. ഐ ഹാവ് സോ മച്ച് ലവ് ഫോർ യു എന്നാണ് കാണിക്കുന്നത്. ഡോണ്ട് ഫ്ലേർട്ട് ആൻഡ് പ്ലീസ് ഒബേ മീ. ഓക്കെ, മേ ബി നിങ്ങളുടെ ആ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾക്ക് വേറെ പ്രണയം ആയോ എന്നൊക്കെ മേ ബി തോന്നിക്കുന്നുണ്ടാകാം. ബട്ട് നമുക്കിവിടെ ട്വിൻ ഫ്ലെയിം എനർജിയുടെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓൾമോസ്റ്റ് നിങ്ങളൊരു വിശ്വാസിയാണ്. യെസ്, August 21, 969, 696. യെസ്, ദ മിലിറ്ററി, 44, ആൻഡ് ഓൾസോ ഡോണ്ട് സ്റ്റോപ്പ് മാനിഫെസ്റ്റേഷൻ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ നമുക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഡോണ്ട് സ്റ്റോപ്പ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ഔട്ട് ചെയ്യരുത്. ബിക്കോസ് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്.
അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഡീപ്പ് ഇമോഷൻസ്, കറണ്ട് ഫീലിങ്സ് അതൊക്കെ നോക്കാം. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ the automatic manifestation, the awakening process is here. ഓക്കെ, റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഡിസ്കൗണ്ടിൻ്റെ ഓഫറാണ്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. റണ്ണിങ് ഓൺ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ നൗ. അപ്പോൾ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഈ വീഡിയോ തുടങ്ങുമ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ബാക്ക് ടു റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാനാണെങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം പേഷ്യൻസ് ഉള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു. അത് ഈ പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങളും ആയിക്കോട്ടെ, വളരെയധികം ക്ഷമയുള്ള, അല്ലെങ്കിൽ വളരെയധികം മനസ്സ് വളരെ നിർമ്മലമായിട്ടുള്ളൊരു വ്യക്തി. അതായത് ഈ പേഴ്സണ് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും പ്രണയം വന്നിട്ട് നൈസായിട്ടുള്ള തേപ്പ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അത്രയും ഡെഡിക്കേഷൻ കൊടുത്തിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പോലും തിരിച്ച് ഈ വ്യക്തിക്ക് കിട്ടിയത് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് ചീറ്റിംഗ് എനർജിയാണ്. അതായത് ഈ വ്യക്തി ചീറ്റ് ചെയ്യപ്പെട്ടു, ഈ വ്യക്തിയെ വേറെ ആരൊക്കെയോ പറ്റിച്ചു. അപ്പൊ ആ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ബിക്കോസ് നമുക്കറിയാം ഇവിടെ ഒരു പിക്ചർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു പിക്ചർ വി ക്യാൻ സീ ദിസ് ഇസ് കമ്മിങ് ഫ്രം ദ ഡാർക്ക്നെസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ക്ലാരിറ്റി. ഒരു ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല, ഒരു ക്ലാരിറ്റി രൂപത്തിൽ കിട്ടുന്നില്ല. ഈ വ്യക്തിയുടെ എനർജിയും അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ക്ഷമയോടുകൂടി ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ട്. ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്തിട്ടില്ല, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടില്ല, വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുമില്ല. ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പക്ഷെ എങ്കിൽ കൂടെ ഈ പേഴ്സൺ വളരെയധികം സമീപനം പാലിച്ച് ഈ പേഴ്സന്റെ ഇമോഷൻസിനെ സ്വയം കൺട്രോൾ ചെയ്ത് ഒരു പരിധിക്കുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കൈ അകലത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മേ ബി മെസ്സേജ് ഡെയിലി ചെയ്യുന്നുണ്ടാകാം, കോള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, ശ്രമിക്കുന്നുണ്ടാകാം, നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ഈ പേഴ്സണോട്. ബട്ട് ഈ പേഴ്സൺ എന്ന് പറയുന്നത് അതിലൊന്നും ഉത്തരം തരാതെ നൈസായിട്ട് തെന്നി മാറിപ്പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ പേഴ്സൺ എവിടെയൊക്കെയോ വിശ്വാസത്തിന്റെ നിഴൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആ ഒരു ചെറിയൊരു അംശം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്വഭാവം, അത് മേ ബി നിങ്ങൾ അത്രത്തോളം താഴ്മയുള്ള വ്യക്തികളായിരിക്കണം. ഈ പേഴ്സൺ അത്രത്തോളം നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടും, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും, എന്തൊക്കെ കാണിച്ചിട്ടും നിങ്ങൾ മേ ബി പോയിട്ടുണ്ടാവില്ലായിരിക്കണം. ഓക്കെ, നീ എന്ത് ചെയ്താലും ഞാൻ പോകില്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു വാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടാകണം ഈ പേഴ്സണ്. ഓക്കെ, ഞാൻ അങ്ങനെ പോകില്ല, എനിക്ക് നീ മതി, നീയാണ് എനിക്ക് സ്പെഷ്യൽ, നീ എൻ്റെ ലൈഫിൽ വന്നതോടുകൂടിയാണ് എൻ്റെ ലൈഫ് കളർഫുൾ ആയത് എന്നുള്ള ചില സെന്റൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളും, പല പോയിന്റ്സുകൾ. ഓക്കെ, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് തറഞ്ഞു കയറിയിട്ടുണ്ട്. അത് ഈ പേഴ്സന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടും, ഈ പേഴ്സന് മുന്നോട്ട് പോകാനുള്ള ഒരു വിശ്വാസമായിട്ട്, ഒരു കോൺഫിഡൻസ് ആയിട്ടും, ഒരു ക്ഷമയായിട്ടും ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡൾ എനർജിയാണ് കാണിക്കുന്നത്, ഹൈ വൈബ്രേഷൻസ് നിങ്ങൾക്ക് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ കുറച്ച് വൈബ്രേഷൻസ് ലോ ആയിട്ട് കാണിക്കുന്നു. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സണ് കുറച്ചും കൂടെ ക്ലാരിറ്റി ലഭിക്കണം. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒരുപാട് ചീറ്റിംഗ് എനർജീസ് ഒക്കെ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ
ഈ വ്യക്തി വളരെ നോക്കിയും കണ്ടും അങ്ങേയറ്റം ആലോചിച്ചിട്ടും മാത്രമേ ഈ വ്യക്തി തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നു, ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു നിങ്ങളെ വേണമെന്ന്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ബിക്കോസ് ദ ആക്ടിവേഷൻ ഓഫ് ദ ക്രൗൺ ചക്ര, ഓക്കെ, ബിക്കോസ് ആ ഒരു ക്രൗൺ ചക്ര ആക്ടിവേഷൻ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ കാരണം നിങ്ങൾക്ക് മേ ബി കരിയർ സംബന്ധമായിട്ടുള്ള ഉയർച്ചയോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കര ഉയർച്ചയോ ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യമാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നുണ്ടെങ്കിൽ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് ഈ പേഴ്സൺ കുറച്ച് അവേക്കനിങ് പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഏഞ്ചൽസിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ സയൻസ് പലതരത്തിലും നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും സക്സസ്ഫുൾ ആകുന്നുമുണ്ട്. പക്ഷെ ഈ പേഴ്സൺ കുറച്ച് ഡൾ എനർജി, കുറച്ച് ഡെത്ത് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അറ്റ് ദ പ്രസന്റ് എനർജിയിൽ. സോ ഈ പേഴ്സണ് ഷുഡ് കം ഔട്ട് ഓഫ് ദിസ് ഒരു ബാഡ് എനർജി, അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കണം. അതിന് ഈ പേഴ്സണ് കുറച്ചും കൂടെ സമയം വേണം. ഇറ്റ് ഈസ് ദ ടൈം ഫോർ അവേക്കനിങ് എന്നാണ് കാണിക്കുന്നത്. ബട്ട് ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഹൈ കോൺഫിഡൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു കമ്മിറ്റ്മെന്റ് മാത്രം തന്നാൽ പോരാ, ഏറ്റവും ബെറ്റർ ലൈഫ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഓക്കെ, അതൊരു കല്യാണത്തിലേക്കൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ അത് തട്ടിക്കൂട്ടി ഒരു ലൈഫ് തരണം എന്നല്ല, വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബെറ്റർ ലൈഫ്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം ഈസ് ദ അച്ചീവ്മെന്റ്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ തേടി വരുമെന്ന് തന്നെ കാണിക്കുന്നു. സോ നിങ്ങൾ കുറച്ചും കൂടി അവേക്കനിങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ചിന്തകളെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ആ ചിന്തകളെ നന്നായിട്ടൊന്ന് നിങ്ങൾ മനസ്സിരുത്തി ആലോചിക്കുക എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ബിക്കോസ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്പിരിച്വലി ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മിസ്ഡയറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നേക്കാം. അതായത് ഈ ഒരു നിങ്ങളിപ്പോൾ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും വന്നേക്കാം. അത് സ്റ്റോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജീസ് ശ്രമിക്കുകയാണ്. സോ അതിൻ്റെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങരുത്, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റു കൊടുക്കരുത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പാത പിന്തുടരുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുക വിത്തൗട്ട് എനി ബ്രേക്കേജസ്. ഓക്കെ, ബിക്കോസ് അത് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുമെന്നാണ് കാണിക്കുന്നത്. ദ ഹെവി എനർജിയാണ് വരുന്നത്, ഹൈ ഇൻഡ്യൂഷൻ പവർ. ഓക്കെ, എന്തായാലും ഇതൊരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നു. ആൻഡ് ഓൾസോ ദ ഡോണ്ട് സ്റ്റോപ്പ്, ബിക്കോസ് യു ആർ ലിമിറ്റ്ലെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ്, നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഡോണ്ട് സ്റ്റോപ്പ് വിത്ത് എനി ഓഫ് യുവർ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയിലും സ്റ്റോപ്പ് ഔട്ട് ചെയ്യരുത്. ഐ ആം നോട്ട് ദ വൺ ഫോർ യു. ചില സമയത്ത് ഈ വ്യക്തി സ്റ്റക്കിംഗ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നെക്കാളും നല്ലൊരു വ്യക്തിനെ നിനക്ക് കിട്ടും, സോ എന്നെ മറന്നേക്കുന്നൊക്കെ മേ ബി ഈ പേഴ്സൺ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കണം. ഐ എം സ്റ്റക്ക് ഇൻ യുവർ പേഴ്സണാലിറ്റി. എന്തുകൊണ്ടോ ഈ പേഴ്സൺ മനസ്സിൽ പണ്ടേ തൊട്ട് തന്നെ സങ്കല്പിച്ച കുറേ ക്വാളിറ്റീസ്, ഓക്കെ, ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരു വ്യക്തി, ഐ മീൻ ലൈഫ് പാർട്ട്ണർ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ലെറ്റർ 6 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മേ ബി കൂടുതലും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ആൾക്കാരാണോ? 12, 22 കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഓൾ ആർ ഏഞ്ചൽ നമ്പേഴ്സ്. 11, 11, 111, 555, ഷാർപ്പ് പോയിന്റഡ് നോസ്. ഇത്രയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ.
അപ്പോൾ ഈ ഒരു പുതിയ കസ്റ്റമേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.